ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോട്ടിവേഷൻ തിയറി ആയിട്ടുള്ള ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറിയാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് മോട്ടിവേഷന്റെ മറ്റൊരു തിയറി ആയിട്ടുള്ള മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെയും മറ്റ് ബിസിനസ് മാനേജ്മെന്റ് വീഡിയോസിന്റെ എല്ലാം തന്നെ ഒറ്റ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് പതിവ് പോലെ നൽകുന്നുണ്ട്. കൂടാതെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താലും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അനദർ പോപ്പുലർ തിയറി ഓഫ് മോട്ടിവേഷൻ. ഒരു മോട്ടിവേഷൻ തിയറിയാണ്. ദിസ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഫ്രെഡറിക് ഹെർസ്ബർഗ്. ഫ്രെഡറിക് ഹെർസ്ബർഗ് ആണ് ഈ ഒരു മോട്ടിവേഷൻ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. In the late 1950s, Herzberg made interesting studies on motivation, and he concentrated heavily on self-esteem and self-actualization needs. 1950കളിലായിട്ടാണ് ഹെർസ്ബർഗ് ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സ്റ്റഡി നടത്തിയത്. ആൻഡ് ഈ കോൺസെൻട്രേറ്റഡ് ഹെവിലി ഓൺ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സെൽഫ് എസ്റ്റീം അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ ലാസ്റ്റത്തെ 2 നീഡ്സ് ആണ് സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും. ആ 2 ഏരിയയിൽ മാത്രമാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. ദിസ് തിയറി വാസ് വേരിയസ്ലി കോൾഡ് ആസ്, ഇത് പല രീതിയിൽ വിളിക്കാറുണ്ട്. 2 ഫാക്ടർ തിയറി എന്ന് പറയാറുണ്ട്, ദ 12 ഫാക്ടർ തിയറി എന്ന് പറയാറുണ്ട്, ആൻഡ് ദ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ പേരുകളും ഓർത്ത് വെക്കുക. ഇത് ഏത് രീതിയിലും വേണമെങ്കിലും എക്സാമിനൊക്കെ ചോദിച്ചു എന്ന് വരാം. Conducted a study and interviewed about 200 engineers and accountants from 11 industries in the Pittsburgh area. അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം പിറ്റ്സ്ബർഗ് ഏരിയയിൽ 11ഓളം ഇൻഡസ്ട്രിയിൽ വ്യാവസായിക മേഖലയിലുള്ള 200ഓളം എഞ്ചിനീയേഴ്സിനെയും അക്കൗണ്ടൻസിനെയും ഇന്റർവ്യൂ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം കുറേ കാര്യങ്ങൾ കണ്ടെത്തി. ഹെർസ്ബർഗ് യൂസ്ഡ് ദ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് ഫോർ ഒബ്റ്റെയിനിങ് ഡാറ്റ ഫോർ അനാലിസിസ്. ഈ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇവരിൽ നിന്നും ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്തത് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. The study revealed that factors responsible for job satisfaction are different from factors that led to dissatisfaction. ഈ പഠനത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷന് ഉത്തരവാദികളായിട്ടുള്ള ഘടകങ്ങളും ജോബ് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കുന്ന ഘടകങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി കാരണമാക്കുന്ന ഒരു ഫാക്ടർ അത് ഇല്ലാതാവുമ്പോൾ മാത്രമല്ല ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ജോബ് ഡിസാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വേറെയാണ്, ജോബ് ഡിസാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വേറെയാണ് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അല്ലാതെ ഒന്ന് ഇല്ലാതാകുമ്പോൾ മറ്റൊന്ന് സംഭവിക്കുന്നതെന്ന് അല്ല. According to Herzberg, satisfaction and dissatisfaction are not opposite poles of dimensions. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡയമെൻഷന്റെ 2 ഓപ്പോസിറ്റ് പോൾസ് അല്ല, 2 അറ്റങ്ങളല്ല, എതിർ വശങ്ങളല്ല. Satisfaction is affected by motivation at factors and dissatisfaction is affected by hygiene factors. Satisfaction affect ചെയ്യുന്ന motivation factors ആണ്, dissatisfaction affect ചെയ്യുന്നത് hygiene factors ആണ്. That is why this theory is called 2 factor theory. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഈ കണ്ടെത്തിയ ഫാക്ടറുകളെ അയാൾ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പാക്കിയിരിക്കുകയാണ്, മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും ഒന്ന്. അങ്ങനെ 2 ടീം ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ്, 2 ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 2 ഫാക്ടർ തിയറി എന്ന് വിളിക്കുന്നത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത് certain factors are related with the job directly. ചില ഫാക്ടേഴ്സ് ജോബുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവയായിരിക്കും. Their presence create a highly motivating situation, but its absence doesn't cause dissatisfaction. അപ്പോൾ അങ്ങനെ ജോബുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള അത്തരം ചില ഫാക്ടേഴ്സ് നിലവിലുണ്ട് എങ്കിൽ, അതിൻ്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ അവിടെ നല്ല മോട്ടിവേഷൻ ഉണ്ടാവുമായിരിക്കും, നല്ല മോട്ടിവേഷണൽ സിറ്റുവേഷൻ ആണ് അത് ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ അത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ നോർമലായിട്ട് പോകും. അത് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഹൈ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹൈലി മോട്ടിവേറ്റഡ് എൻവയോൺമെന്റ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുണ്ടാകുമ്പോൾ ഒന്നിന്റെ എതിർവശമല്ല, ഒന്നില്ലാതാവുമ്പോഴല്ല ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നതെന്ന് പറയാൻ കാരണം. രണ്ടും 2 ഫാക്ടേഴ്സ് ആണ്. ഹെർസ്ബർഗ് mentioned 6
സച്ച് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. അങ്ങനെ ഹേഴ്സ്ബർഗ് ഈ പഠനത്തിലൂടെയൊക്കെ ആയിട്ട് അങ്ങനെ 6 മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ് ആണ് ഇവ. ദേ ആർ അച്ചീവ്മെന്റ്, റെക്കഗ്നീഷൻ, അഡ്വാൻസ്മെന്റ്, അല്ലെ, പുതിയ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്കാവാം, ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇംപ്രൂവ് ചെയ്യപ്പെടുക എംപ്ലോയി. ദെൻ ദ വർക്ക് ഇറ്റ് സെൽഫ്, ആ ജോലി തന്നെ, ജോലി നമുക്ക് ഇഷ്ടപ്പെടണം, അല്ലേ. നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ജോലിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ജോലിയാണെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി അത് ചെയ്യും. അത് ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ ജോലി തന്നെ. ദ പോസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിത്വ വളർച്ചയ്ക്ക്, വ്യക്തിത്വ വികാസത്തിന് അവസരം ഉണ്ടായിരിക്കണം. ആ വ്യക്തിക്ക് ഹയർ പോസ്റ്റിലേക്കും അല്ലെങ്കിൽ ഹയർ മാനേജറൊക്കെ ആയിട്ടും ഉയർന്ന ലെവലിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വേണം. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, ചെയ്താലും ചെയ്തില്ലെങ്കിലും ആരും ചോദിക്കില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ പലതും ചെയ്യാൻ തോന്നില്ല. റെസ്പോൺസിബിലിറ്റി വേണം. അപ്പൊ അത്രയാണ് നമ്മുടെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഗ്രൂപ്പ് ഓഫ് ഫാക്ടേഴ്സ് അദ്ദേഹം കണ്ടെത്തിയതിനെ പറയുന്ന പേരാണ് ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്. ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്. The presence of these factors do not significantly motivate them. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ പ്രസൻസ് ഉണ്ടെന്ന് വിചാരിച്ച് അവയെ പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ദ ആബ്സെൻസ് ഓഫ് സച്ച് ഫാക്ടേഴ്സ് കോസ് സീരിയസ് ഡിസാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ഇതെങ്ങാനും ഇല്ല എങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരും. ഉണ്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പക്ഷെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. These factors are mainly external to the job and relate to the job environment. ഇത് ജോബിന് പുറമേയുള്ള കാര്യമാണ്. ഇത് ജോബ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹൈജീൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. These factors includes കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കമ്പനിയുടെ നയങ്ങളും അതിൻ്റെ ഭരണ രീതികളുമെല്ലാം. ടെക്നിക്കൽ സൂപ്പർവിഷൻ. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻസ് വിത്ത് സൂപ്പർവൈസേഴ്സ്, സൂപ്പർവൈസേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ. അത് വളരെ മോശമായി കഴിഞ്ഞാലോ, അതവിടെ പ്രോപ്പറായിട്ട് ഇല്ല എങ്കിൽ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും. ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നോർമൽ ലെവലിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ ഒന്നും കൊണ്ടുവരണമെന്നില്ല. ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് കൊളീഗ്സ്, സഹപ്രവർത്തകരുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻ, അത് ഒട്ടും ഇല്ല എങ്കിൽ, ഭയങ്കര പ്രശ്നമാണ് അവർ തമ്മിലെങ്കിൽ അവർക്ക് ഒട്ടും മോട്ടിവേഷൻ ഉണ്ടാക്കില്ല, ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് സബോർഡിനേറ്റുമായിട്ടുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ, അല്ലേ, അത് മോശമാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നോർമൽ ലെവലിൽ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ ഒന്നും ഉണ്ടാക്കിക്കൊള്ളുന്നില്ല. ദെൻ സാലറി, ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ ലൈഫ്, വർക്ക് കണ്ടീഷൻ, സ്റ്റാറ്റസ്, ഇത്രയാണ് മെയിൻ്റനൻസ് ഫാക്ടേഴ്സിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. ടു അച്ചീവ് മോട്ടിവേഷൻ, മാനേജർ ഷുഡ് കോപ്പ് അപ്പ് വിത്ത് ബോത്ത് സാറ്റിസ്ഫയേഴ്സ് ആൻഡ് ഡിസാറ്റിസ്ഫയേഴ്സ്. ഇതിൽ നമ്മൾ സാറ്റിസ്ഫയേഴ്സ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെയാണ്. ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് വിളിക്കുന്നത് ഹൈജീൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സിനാണ്. അപ്പോൾ ഈ രണ്ടുമായിട്ട് പൊരുത്തപ്പെട്ട് പോവേണ്ടത് ഒരു മാനേജറുടെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഓർഗനൈസേഷനിൽ മോട്ടിവേഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൈജീൻ ഫാക്ടേഴ്സ് മസ്റ്റ് ബി ഇംപ്രൂവ്ഡ്. ഹൈജീൻ ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്തിരിക്കണം. ഇൻ ദിസ് വേ ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് റിമൂവ്ഡ് ഫ്രം ദ മൈൻഡ്സ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ അതുവഴി എംപ്ലോയീസിന്റെ മനസ്സിൽ നിന്നും ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവായി കിട്ടും. ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവായാൽ തന്നെ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ മെറിറ്റ്സ്, ഈ തിയറിയുടെ മെറിറ്റ്സ് എന്ന് നോക്കാം. ദിസ് തിയറി ഓഫേഴ്സ് സ്പെസിഫിക് ആക്ഷൻ റെക്കമെൻഡേഷൻസ് ഫോർ മാനേജേഴ്സ് ടു ഇംപ്രൂവ് മോട്ടിവേഷണൽ ലെവൽസ്. This theory offers specific action recommendation for managers to improve motivation levels. Motivation levels improve ചെയ്യുന്നതിന് മാനേജേഴ്സിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെ, എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മാസ്ലോലെ പോലെ ഇന്ന ലെവൽ ഇന്ന നീഡ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല പറയുന്നത്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ ഇതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം, സൂപ്പർവൈസേഴ്സിന്റെ ഇടയിൽ, സബോർഡിനേറ്റ്സിന്റെ ഇടയിൽ, അത് പറയുന്നുണ്ട്. ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്, സാലറിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടൊരു സ്പെസിഫിക് ആക്ഷൻ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. According to Herzberg's, hygiene factors and motivational factors are primarily concerned with motivation and not with money. ഇത് പ്രധാനമായിട്ടും ഈ രണ്ട് ഫാക്ടേഴ്സ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാതെ പണവുമായി ബന്ധപ്പെട്ടതല്ല. Herzberg's dimensionalized the needs into 2 instead of 5 as it is done by Maslow. മാസ്ലോ ചെയ്ത പോലെ 5ഓളം ലെവലുകളാക്കിയിട്ട് തിരിച്ചിട്ടില്ല. അത് കാരണം ചെറിയ വ്യത്യാസമേ തമ്മിലുള്ളൂ, മൈന്യൂട്ടായിട്ട്. അത് 5 നമ്മൾ തരംതിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പം പ്രയാസമായിരിക്കും. ഇവിടെ അതിന് പകരം വെറും 2 നീഡായിട്ട് മാത്രം
ഈ മൊത്തം ആവശ്യങ്ങൾ അദ്ദേഹം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. Then criticism or demerits എന്തൊക്കെയാ നോക്കാം. The theory is based on small sample of 200 engineers and accountants which cannot be said to be the representative sample. It has no universal application. അല്ലേ, നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്, അപ്പോൾ സാമ്പിൾ അത്യാവശ്യം ഉണ്ടായിരിക്കണം. ഇത് വെറും 200 എഞ്ചിനീയേഴ്സും അക്കൗണ്ടൻസും അടങ്ങുന്ന ഒരു സ്മോൾ സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് കണ്ടെത്തിയ ഒരു തിയറി യൂണിവേഴ്സലി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇല്ല, എല്ലായിടത്തും ഇത് നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദിസ് തിയറി ഈസ് മെത്തേഡ് ബൗണ്ട്. ഒരു മെത്തേഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴേ മാത്രമേ ഈ ഒരു തിയറി വർക്ക് ചെയ്യുള്ളൂ. എ നമ്പർ ഓഫ് അതർ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സിമിലർ സ്റ്റഡി ഹാവ് ഷോൺ ഡിഫറെൻറ്റ് റിസൾട്ട്സ്. ഇതുപോലത്തെ ഈ വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ പഠനം തന്നെ നടത്തുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ തിയറി നിൽക്കുന്നത്. മെത്തേഡ് മാറ്റി ഉപയോഗിക്കുന്ന സമയത്ത് റിസൾട്ട് ഡിഫറെൻ്റ് ആകുന്നുണ്ടെന്നാണ് പറയുന്നത്. വിച്ച് ആർ നോട്ട് സപ്പോർട്ടിങ് ഹിസ് കണ്ടൻഷൻ. അത് അദ്ദേഹത്തിൻ്റെ കണ്ടൻഷനുകളെ അതെന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ദിസ് തിയറി ഡസൻറ്റ് ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു പേ സ്റ്റാറ്റസ് ഓർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് വിച്ച് ആർ ജനറലി ആസ് ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഈ തിയറി നമ്മുടെ പേയ്മെൻറ്റിന്, അതുപോലെ തന്നെ സ്റ്റാറ്റസിന്, അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് സാറ്റിസ്ഫാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരില്ല എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ലാതെ ശരിക്കും അത് സാറ്റിസ്ഫയർ അല്ലേ, അതുണ്ടാകുമ്പോഴല്ലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുണ്ടോ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരില്ല. കാരണം നമ്മളത് ഹൈജീൻ ഫാക്ടറിനകത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. The two factors, motivational and hygiene, are not actually distinct. ഈ രണ്ട് ഫാക്ടർ, മോട്ടിവേഷണൽ ഫാക്ടറും ഹൈജീൻ ഫാക്ടറും അത്ര വ്യത്യാസമൊന്നുമില്ല. ബോത്ത് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ഡിസാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇവരുടെ കണ്ടെത്തൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ് ഗ്രൂപ്പ് ആക്കിയിരിക്കുന്ന ഐറ്റംസ് ജസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നവയാണ്, അത് ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതും. ഹൈജീനിൽ വരുന്നവ ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നവയാണ്, അത് പ്രത്യേകിച്ച് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരില്ല എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം രണ്ടും തമ്മിലില്ല. മോട്ടിവേഷൻ ഫാക്ടർ ആണെങ്കിലും ഹൈജീൻ ഫാക്ടർ ആണെങ്കിലും രണ്ടും സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും കൊണ്ടുവരുന്നുണ്ട്. ഒന്നിൽ ഒരു കുറവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ വരും, അത് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ വരും എന്നാണ് യഥാർത്ഥ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നതെന്നാണ് പറയുന്നത്. ദിസ് തിയറി ഇഗ്നോർ സിറ്റുവേഷണൽ വേരിയബിൾസ്. സാഹചര്യത്തെ, അവിടെയുള്ള മറ്റ് വേരിയബിൾസിനൊന്നും ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഹേഴ്സ്ബർഗ് കാരണം ചുറ്റുവട്ടം മറ്റുള്ള ഘടകങ്ങളും ഒരാളുടെ സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള പ്രത്യേകം എണ്ണി തിട്ടപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമല്ല ഒരാളുടെ പെരുമാറ്റത്തെയും സന്തോഷത്തെയും സ്വാധീനിക്കാം. ഹേഴ്സ്ബർഗ് എക്സാമിൻസ് in his theory that there is a relationship between satisfaction and productivity. അദ്ദേഹം കണ്ടെത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനും പ്രോഡക്ടിവിറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ കൂടുമ്പോൾ ഉൽപാദനക്ഷമത കൂടും എന്നുള്ള രീതിയിൽ അത് തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം തിയറിയിൽ പറയുന്നത്. ബട്ട് ഹി ലുക്ക്ഡ് ഓൺലി സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ അദ്ദേഹം സാറ്റിസ്ഫാക്ഷനിൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ, അത് പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. The distinction between motivational and maintenance factor are not reached. ഈ മോട്ടിവേഷണൽ ഫാക്ടറും മെയിൻ്റനൻസ് ഫാക്ടറും എന്ന് പറഞ്ഞുള്ള ആ ഒരു വ്യത്യാസം അത്ര കൃത്യമായിട്ടില്ല. അത് കറക്റ്റായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും അവിടെ ഡിസ്റ്റിങ്ഷൻ നമുക്ക് മേഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹേഴ്സ്ബർഗിന്റെ ടു ഫാക്ടർ തിയറിയെ കുറിച്ച് പറയാനുള്ളത്.